വരാനിരിക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിക്കുന്നു. തന്റെ പഴയ തട്ടകമായ പൂഞ്ഞാർ തിരിച്ചുപിടിക്കാൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മുൻ എം.എൽ.എ. പി.സി. ജോർജ് വീണ്ടും അങ്കത്തട്ടിലിറങ്ങുകയാണ്. എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി പി.സി. ജോർജിനെ മത്സരിപ്പിക്കാൻ ബി.ജെ.പി. നേതൃത്വം ഔദ്യോഗികമായി തീരുമാനമെടുത്തു കഴിഞ്ഞു. മണ്ഡലത്തിൽ ഉടൻ തന്നെ സജീവമാകാൻ പാർട്ടി കേന്ദ്രങ്ങൾ ജോർജിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്റെ പ്രവർത്തന മേഖല പൂഞ്ഞാറിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. വോട്ടർമാരെ നേരിൽ കാണുന്നതിനും സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമുള്ള പ്രാഥമിക നീക്കങ്ങൾ മണ്ഡലത്തിൽ ആരംഭിച്ചു. സീറ്റ് വിഭജന ചർച്ചകളിൽ വലിയ മാറ്റങ്ങളാണ് ഇത്തവണ എൻ.ഡി.എയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ സീറ്റിൽ ബി.ഡി.ജെ.എസ് ആണ് മത്സരിച്ചത്. എന്നാൽ പി.സി. ജോർജിന്റെ കടന്നുവരവോടെ ആ സീറ്റ് ബി.ജെ.പി. ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പൂഞ്ഞാറിന് പകരമായി ബി.ഡി.ജെ.എസിന് കടുത്തുരുത്തി മണ്ഡലം വിട്ടു നൽകാനാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. ഇത് സംബന്ധിച്ച ചർച്ചകൾ ബി.ഡി.ജെ.എസ് നേതൃത്വവുമായി പൂർത്തിയായതായാണ് സൂചന. മുന്നണിക്കുള്ളിലെ ഈ അടിച്ചുപണി വിജയസാധ്യത മുൻനിർത്തിയാണെന്ന് ബി.ജെ.പി. അവകാശപ്പെടുന്നു. 2021 തിരഞ്ഞെടുപ്പിൽ പി.സി. ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടിയിരുന്നത്. അന്ന് സിറ്റിംഗ് എം.എൽ.എ. ആയിരുന്നിട്ടും ശക്തമായ ത്രികോണ മത്സരത്തിൽ അദ്ദേഹത്തിന് അടിപതറുകയായിരുന്നു. 2016 ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ നേടിയ ഐതിഹാസിക വിജയം ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച കേരള കോൺഗ്രസ് എം.എൽ.എ. സെബാസ്റ്റ്യൻ കുളത്തുങ്കലെ ആയിരുന്നു കഴിഞ്ഞ തവണ പൂഞ്ഞാറിൽ വിജയിച്ചത്. 16,817 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു സെബാസ്റ്റ്യന്റെ വിജയം. പി.സി. ജോർജിന് വൻ തിരിച്ചടിയാണ് അന്ന് മണ്ഡലത്തിലുണ്ടായത്. പൂഞ്ഞാറിന്റെ ചരിത്രത്തിൽ പി.സി. ജോർജിനുള്ള സ്വാധീനം ചെറുതല്ല. 1996 മുതൽ 2016 വരെ നീണ്ട 20 വർഷക്കാലം മണ്ഡലം പി.സി. ജോർജിനൊപ്പമായിരുന്നു. ഓരോ തിരഞ്ഞെടുപ്പിലും തന്റെ ജനകീയ അടിത്തറ തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ മുന്നണി മാറ്റങ്ങളും വിവാദ പ്രസ്താവനകളും കഴിഞ്ഞ തവണ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. ഇത്തവണ ബി.ജെ.പിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ കടുത്ത പോരാട്ടത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുക. ബി.ജെ.പിയുടെ പരമ്പരാഗത വോട്ടുകളും പി.സി. ജോർജിന് വ്യക്തിപരമായുള്ള വോട്ടുകളും ചേർന്നാൽ മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടാമെന്നാണ് എൻ.ഡി.എയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബി.ഡി.ജെ.എസ് പ്രതിനിധിക്ക് വെറും 2,965 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ജോർജിന്റെ സാന്നിധ്യം സഹായിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. അതേസമയം ബി.ജെ.പിയിൽ ചേർന്നത് പി.സി. ജോർജിന്റെ ജനപ്രീതി എങ്ങനെ ബാധിച്ചുവെന്നത് പ്രസക്തമായ ചോദ്യമാണ്. ജോർജിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും മണ്ഡലത്തിൽ ഉണ്ടെങ്കിലും സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം മതന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പുനാറിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ ചായ്വ ഇത്തവണ പ്രവചനാതീതമാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും വിവിധ മതവിഭാഗങ്ങളുടെയും നിലപാടുകൾ മണ്ഡലത്തിൽ നിർണായകമാകും. ബി.ജെ.പി. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ വിഭാഗങ്ങളെ എങ്ങനെ ജോർജ് അനുനയിപ്പിക്കുമെന്നത് കണ്ടറിയണം. ജനപക്ഷത്തിന്റെ ലയത്തിന്റെ ശേഷം പി.സി. ജോർജ് പൂർണ്ണമായും ബി.ജെ.പി. രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഗാന്ധിജിക്കെതിരായ പരാമർശം ഉൾപ്പെടെയുള്ള സമീപകാല വിവാദങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജോർജിന് വെല്ലുവിളിയായേക്കാം. എൽ.ഡി.എഫും യു.ഡി.എഫും തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലാണ്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്നെയാകും എൽ.ഡി.എഫിന് വേണ്ടി വീണ്ടും ഇറങ്ങുക എന്നാണ് ലഭിക്കുന്ന വിവരം. യു.ഡി.എഫിനും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതോടെ പോരാട്ടം കടുക്കും. പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളും തിരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളാകും. റബ്ബർ വില സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വിശദീകരിക്കാൻ ജോർജിന് തന്റെ പ്രചാരണത്തിലുടനീളം വിയർപ്പൊഴിക്കേണ്ടി വരും. തന്നെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന നിർണായക പോരാട്ടമാണിതെന്ന് പി.സി. ജോർജിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ കൂട്ടിയിണക്കി വലിയൊരു പ്രചാരണ തന്ത്രമാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. ബി.ജെ.പി. കേഡർമാരും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. കേരളത്തിലെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി പൂഞ്ഞാർ ഇതിനോടകം മാറിക്കഴിഞ്ഞു. ബി.ജെ.പി. ചിഹ്നത്തിൽ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ ജോർജിന് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള രാഷ്ട്രീയ ഗതി. ജോർജിന്റെ ബി.ജെ.പി. പ്രവേശന മണ്ഡലത്തിലെ വോട്ട് സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിട്ടുണ്ട്. പഴയ ജനപക്ഷ പ്രവർത്തകരെല്ലാം ബി.ജെ.പി. സംവിധാനത്തിലേക്ക് ഇഴങ്ങിച്ചേരുമോ എന്നത് ബി.ജെ.പി. നേതൃത്വത്തെയും ചിന്തിപ്പിക്കുന്നു. പൂഞ്ഞാർ ജനത ജോർജിനെ വീണ്ടും നെഞ്ചേറ്റുമോ അതോ കഴിഞ്ഞ തവണത്തെ പോലെ കൈവിടുമോ എന്ന് അറിയാൻ വോട്ടെണ്ണൽ ഫലം വരുന്നതുവരെ കാത്തിരിക്കണം. ഏതായാലും പി.സി. ജോർജിന്റെ വരവോടെ പൂഞ്ഞാറിൽ തിരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിൽ എത്തിയിരിക്കുകയാണ്.